കേട്ടോ. വെറുതെ പറയണമെന്നല്ല, നിങ്ങൾ റെസിപ്പി കണ്ടു നോക്ക്, ഇഷ്ടമാവും. കുറെ പേര് നമ്മൾ പണ്ട് പെട്ടെന്ന് ഇഡ്ഡലി ഉണ്ടാക്കണ ഒരു മെത്തേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, അരച്ച് കലക്കി ഉടനെ. അപ്പൊ തന്നെ കുറെ പേര് ദോശ അതുപോലെ ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മാവ് കൊണ്ട് പറ്റില്ല, നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദോശമാവ് റെഡിമേഡായിട്ട് കിട്ടും കേട്ടോ, ഒരു സംശയമില്ല. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കില്ല. നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കും. വറുത്ത അരിപ്പൊടിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി അരച്ച് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വറുത്ത അരിപ്പൊടി ഇല്ലെങ്കിൽ പച്ചരി കുതിർത്തി അത് അരച്ചതിന് ശേഷം ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇത് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ 5 മിനിറ്റിനുള്ളിൽ കരിമുര ദോശ കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അത് അധികം വർത്താനം പറഞ്ഞ് നീട്ടാളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഞാൻ 1 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കണേ കേട്ടോ. പിന്നെ അതുപോലെ ചോറ് ഞാൻ 1 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് ചോറ്. നിങ്ങൾക്ക് മട്ടരി ഉണ്ടെങ്കിൽ മട്ടരി എടുക്കാം, ഏതരി ആയാലും കുഴപ്പമില്ല, ചോറ് എടുക്കാം. പിന്നെ അതുപോലെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് വെള്ളമാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പിലേക്ക് അരിപ്പൊടിയിലേക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ 1.5 കപ്പ് വെള്ളം ഇപ്പം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഞാൻ ഇളം ചൂടുള്ള വെള്ളം കേട്ടോ, പച്ചവെള്ളം ഒഴിക്കരുത്, ഇളം ചൂട് വേണം, എന്നാലും നമുക്ക് കറക്റ്റ് മാവിൻ്റെ പരിവും കിട്ടുള്ളേ. അപ്പം അതുകൊണ്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കുക, തിളച്ച വെള്ളവും ഒഴിക്കരുത്. എന്നിട്ട് നമ്മുടെ കൈ വെച്ച് നല്ലൊന്ന് മിക്സ് ചെയ്യുക, കൈ മുറിയരുത്. വേറൊരു പാത്രത്തിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുത്താലും മതി, പ്രശ്നമില്ല. ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. ഞാൻ മാവ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിന് നമ്മുടെ ചോറൊക്കെ നല്ല അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂണ് കടലമാവാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ എന്റെ ദോശമാവ് ശരിക്കും പുളിപ്പിച്ചിട്ടുള്ള മാവ് ചെയ്യണ റെസിപ്പി ഇട്ടിട്ടുണ്ട് നമ്മള്. അതിൽ ഞാൻ തോരപ്പരിപ്പാണ് ഇടാറ്. ഞാൻ എപ്പോഴും ഇഡ്ലിക്കും ദോശയ്ക്കും 2 അരപ്പ് ഉണ്ടാക്കാറ് കേട്ടോ എപ്പോഴും. അപ്പം സാധാ ഇഡ്ലി മാവ് വെച്ച് ഉണ്ടാക്കാറുണ്ട്, പക്ഷെ സെപ്പറേറ്റ് ഇങ്ങനെ ദോശയ്ക്ക് മാവ് തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നാറുണ്ട്. ഇവിടെ നൈസ്, അതായത് നമ്മുടെ ഈ പേപ്പർ റോസ്റ്റ് പോലെ അല്ലെങ്കിൽ ഗീ റോസ്റ്റ് പോലെയൊക്കെ ഇവിടെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ചെയ്യാറ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ അപ്പൊ ഈ കടലപ്പൊടി ഇടുമ്പോൾ ഈ കളറ് നമ്മൾ ഉഴുന്നൊന്നും ചേർക്കാത്തോണ്ടേ മൊരിഞ്ഞ് വരുമ്പോൾ വെകിടിച്ചിരിക്കും കളറ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി ദോശയിൽ ചേർക്കണത് തന്നെയാണ് കടല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, 1 ടീസ്പൂണ് കടലമാവും കൂടി ചേർക്കണുണ്ട്, 1 ടേബിൾ സ്പൂണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങ. ഞാൻ ഇപ്പോൾ ഒരു പകുതി ചെറുനാരങ്ങ എനിക്ക് പിഴിഞ്ഞൊഴിച്ചു. ഇനി ബാക്കിയുള്ള ചെറുനാരങ്ങയുടെ നീരും കൂടി നമുക്ക് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. കുരുപ്പെടാതെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണിലേക്ക് ആക്കിയതിന് ശേഷം ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുക. 1 മുഴുവെടുത്തോട്ടോ. നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ചെറുനാരങ്ങ ചേർക്കാം. നീര് കൂടുതലായതുകൊണ്ട് വിഷയമൊന്നുമില്ല. നിങ്ങൾക്ക് ദോശയ്ക്ക് നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ 2 ചെറുനാരങ്ങ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ, പൗഡർ അല്ല. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡാപ്പൊടിയാണ് വേണ്ടത്. അത് ഇതേ കൈകൊണ്ട് ഇതുപോലെ ഒരു 3 പ്രാവശ്യം ഇതുപോലെ നുള്ളി ഇടുന്നുണ്ട്. ഞാനിതേ 3 പ്രാവശ്യം ഇതുപോലെ ഒരു 3 നുള്ള് ഇട്ട് കൊടുക്കാം. നമ്മുടെ മാവിലേക്കാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഞാൻ അടിയിൽ മാവ് വെച്ചിട്ടുണ്ട്, കാണാൻ. ഞാൻ നല്ലോണം കൂടി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ ചട്ടി അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. അധികം ചൂട് കുറയാനും പാടില്ല, എന്നാൽ കൂടാനും പാടില്ല കേട്ടോ. അപ്പൊ മാവയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ അപ്പൊ തന്നെ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏതാണ് നിങ്ങൾ പരട്ടാറെന്ന് വെച്ചാൽ അത് ഇതിന്റെ മീരാക്കി കൊടുക്കാട്ടോ. അപ്പൊ നല്ല മുരിഞ്ഞ് കറക്റ്റ് ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മുടെ പുളിച്ച ദോശമാവ് പോലെയില്ലേ, ഇതിന്റെ മീരൊക്കെ കുമിളകൾ വരണുണ്ടോ. ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി സൂം ചെയ്തിട്ട്. നമ്മുടെ ദോശ അത്യാവശ്യം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ സാധാ നെയ് റോസ്റ്റ് പേപ്പർ റോസ്റ്റ് പോലെ കണ്ടോ. ഇതിന്റെ ആ ടെക്സ്ചർ നോക്കിയേ, എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ, കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാ. ഭംഗി മാത്രം ഉണ്ടായാൽ പോരല്ലോ അല്ലെ. അത് ഞാൻ വെറുതെ ഇത് തള്ളി മറിക്കണതല്ല, കഴിക്കാനും നല്ല ടേസ്റ്റാ. കണ്ടോ, നല്ല പേപ്പർ റോസ്റ്റ് പോലത്തെ ദോശ. നിങ്ങൾക്ക് അതിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ അത്യാവശ്യം മൊരിച്ചാണ് എടുത്തേക്കണേ കേട്ടോ. ഇത് ഈ ഒരു പരുവത്തിന്. നല്ല ചൂടുണ്ട് കണ്ടോ. ഇപ്പുറത്തെ വശവും അതെ കാണാനില്ലേ നിങ്ങൾക്ക്. ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് എടുത്തേ. കണ്ടോ, നമ്മുടെ ദോശ ഇവിടെ റെഡി മണിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട് നമ്മുടെ നെയ്യൊക്കെ ചേർത്തതിന്റെ. ഇനി ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല കരി മുരാന്ന് തന്നെയുള്ള പരുവാണ് ദോശയുടെ.
അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വെറുതെ തള്ളി മറിക്കണ്ടല്ലോ, സത്യം ഞാൻ പറയണത്. നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക. ഇതിന്റെ ഉള്ളിലത്തെ പരുവം കാണാല്ലേ, ശരിക്കും നമ്മുടെ ദോശമാവ് പുളിച്ചിട്ട് കുമ്പള വന്ന പോലെ. ആദ്യം തിന്നട്ടെ. സോറി, ഇതാണ്ടോ ഉള്ളിലൊക്കെ തരി ഓട്ടകളും ഒക്കെ വന്നിട്ടുണ്ട്. കറക്റ്റ് നമ്മുടെ ദോശമാവ് പോലെ തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്ക്, ഇത്രേ പറയുള്ളൂ. അടിപൊളി നമ്മുടെ ഗീ റോസ്റ്റ്, നമ്മുടെ മാവ് അരച്ചുണ്ടാക്കിയ അതേ കണക്ക് തന്നെ ദോശ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഇപ്രാവശ്യം കാണിച്ചു തരാം. ഇതേ കണ്ടോ. അപ്പൊ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ഈസി റെസിപ്പി വെറും 5 മിനിറ്റ് 10 മിനിറ്റ് പോലും വേണ്ട, നമുക്ക് ആ മാവ് അരച്ചെടുക്കുക മാത്രമേ വേണ്ടൂ ആദ്യത്തെ പണി. അപ്പൊ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കാൻ മറക്കരുത് കേട്ടാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഓൾറെഡി തമ്മിൽ പിടിയിട്ടുണ്ട്.